അസ്സലാമു അലൈക്കും. അപ്പോൾ ഏത് ടൈപ്പ് മീൻ കിട്ടിയാലും നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾക്കൊരു 6 കഷ്ണം കുടംപുളി എടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇവ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കല്ലിപ്പിട്ട് ചതയ്ക്കുന്നത് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ. അപ്പോൾ അത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അപ്പോൾ അതും കൂടെ ചേർത്ത് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം സാവധാനം ഒഴിച്ചിട്ട് ഇതൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ആയി പോകരുത് വെള്ളം. അതുപോലെ തന്നെ തീരെ ഡ്രൈ ആവാനും പാടില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കറിക്ക് എപ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ നല്ല തിക്ക് ഗ്രേവി കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി വെക്കുക. ഇനി ഒരു മൺചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉലുവയുടെ പൊടിയില്ലേ, അത് വറുത്ത് പൊടിച്ചതാണ്, അതൊരു 1/2 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉലുവയുടെ നല്ലൊരു മണം വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, പിന്നെ 2-3 പച്ചമുളക് നമ്മളുടെ എരിവിന് അനുസരിച്ച്, കുറച്ച് കറിവേപ്പില കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കളറെല്ലാം മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവ എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള മിശ്രിതം, അപ്പോൾ അത് ഇതിലേക്ക് ഒരു നല്ല മണം വരുമ്പോഴേക്കും, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു മണം വരുമ്പോഴേക്കും അതിലേക്ക് ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ മസാലക്കൂട്ടും നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം അതിനുള്ളിൽ ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളിയാണ്. അത് ഒരു 1.5 തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടാണ്, നല്ല പേസ്റ്റ് പോലെ ആവരുത്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊരു ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുടംപുളിയും ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഫ്ലേവറും ആ സ്പൈസസും എല്ലാം കൂടെ എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളം നമ്മളെപ്പോഴും കറിയിൽ ചേർക്കുമ്പോൾ കറിയുടെ കളറോ രുചിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കും കേട്ടോ. ഇനി ഈ മസാലക്കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് എല്ലായിടവും ഒരേ രീതിയിൽ ആ ഉപ്പും പുളിയും ഒക്കെ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തിളച്ച മസാലക്കൂട്ടിലേക്ക് നമുക്ക് ഏത് മീനാണോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് മീനൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം, പക്ഷേ നല്ല ഫ്ലെയിം ആകാനും പാടില്ല. ഇനി ഇത് നമ്മൾക്ക് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അടിയിലൊരിക്കലും മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഓവർ ചൂടിൽ അടിയിൽ പിടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്, അത്ര വലിയ ഫ്ലെയിം എൻ്റെ സ്റ്റൗവിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ തൂകിയിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു മീൻകറി തന്നെ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.